മധ്യപ്രദേശിൽ ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണം. മധ്യപ്രദേശിലെ ഗുണയിലാണ് സംഭവം. കല്ലേറിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. മസ്ജിദിന് മുന്നിലൂടെ ഘോഷയാത്ര കടന്നുപോയപ്പോഴാണ് കല്ലേറുണ്ടായത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, എന്താണ് ഗുണയിൽ സംഭവിച്ചത്? ഈ വാർത്തയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. മധ്യപ്രദേശിൽ ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. അതിലേക്ക് വരാം. CPMന്റെ പ്രചാരണത്തിന് ദേവസ്വം ബോർഡ് ക്ഷേത്രക്കുളത്തിലെ മണ്ഡപം. തിരുവനന്തപുരം ശ്രീവരാഹം ക്ഷേത്രത്തിലെ ഗോപുരത്തിൻ്റെ ഉയരത്തിൽ ചെഗുവേരയുടെ ചിത്രം പതിപ്പിച്ച ചെങ്കൊടി പാറിക്കളിക്കുകയാണ്. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം നിൽക്കുമ്പോഴാണ് ഗുരുതരമായ ഈ നിയമലംഘനം. തിരുവനന്തപുരം ശ്രീവരാഹം ക്ഷേത്രക്കുളത്തിലെ മണ്ഡപത്തിന് മുകളിലായിട്ടാണ് ചെഗുവേരയുടെ ചിത്രം പതിപ്പിച്ചിട്ടുള്ള ചുവന്ന കൊടി സ്ഥാപിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രക്കുളത്തിലാണ് ഗുരുതരമായിട്ടുള്ള നിയമലംഘനം. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണെങ്കിലും ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് CPM അംഗങ്ങളാണ്. തിരുവനന്തപുരത്തെ ശ്രീവരാഹം ക്ഷേത്രക്കുളത്തിലെ മണ്ഡപത്തിൽ ചെഗുവേരയുടെ പാർട്ടി പതാക സ്ഥാപിച്ചുകൊണ്ട് ക്ഷേത്ര ഉപദേശക സമിതിയാണ് അത് സ്ഥാപിച്ചതെന്നും എല്ലാ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും അറിയാം. മറ്റൊരു ക്ഷേത്രത്തിൽ ദേശഭക്തി ഗാനം ചൊല്ലിയപ്പോൾ ആ ഉപദേശ സമിതിയെ പിരിച്ചുവിടാൻ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ശ്രീവരാഹം ക്ഷേത്രക്കുളത്തെ പാർട്ടിയുടെ കേന്ദ്രമാക്കി, പാർട്ടിയുടെ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ മണ്ഡപമാക്കി ക്ഷേത്രത്തിൻ്റെ മധ്യത്തിലുള്ള ആ മണ്ഡപത്തെ മാറ്റിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ക്ഷേത്രക്കുളവും അതുപോലെ തന്നെ ഈ മണ്ഡപവും ക്ഷേത്ര ആവശ്യങ്ങൾക്കല്ലാതെ മറ്റു ഒരു കാര്യത്തിനും വിനിയോഗിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് നിലനിൽക്കെയാണ് CPM, DYFI ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ക്ഷേത്രക്കുളത്തിന്റെ നടുഭാഗത്തുള്ള മണ്ഡപത്തിന്റെ മുകളിലാണ് ചെഗുവേരയുടെ ചുവന്ന കൊടി. ശ്രീവരാഹ ക്ഷേത്രത്തിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് കുളത്തിലേക്ക്. അതായത് ക്ഷേത്രത്തിൽ നിന്നും 50 മീറ്റർ പോലും അകലെയല്ല കൊടി സ്ഥാപിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന് എതിർവശം മറ്റൊരു ഗണപതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. രണ്ട് ക്ഷേത്രങ്ങളുടെയും ഗോപുരത്തിന് മുകളിൽ വരുന്ന രീതിയിലാണ് കൊടി. കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിൽ വിപ്ലവഗാനം അവതരിപ്പിച്ചതിനുൾപ്പെടെ അതിരൂക്ഷ വിമർശനം ദേവസ്വം ബോർഡ് നേരിടുമ്പോഴാണ് മറ്റൊരു നിയമലംഘനം കണ്ടിട്ടും ബോർഡ് മൗനം പാലിക്കുന്നത്. ജനം, തിരുവനന്തപുരം.